നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് ആനിമി ടിവി സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പം നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ നാച്ച് റിച്ചലിനെ കുറിച്ച് പറയുന്നതാണ് കാണിക്കുന്നത്. അതായത് റിച്ചലിൻ്റെ സെൻട്രൽ പൊസിഷനിലാണ് നമ്മുടെ യാമി ഉണ്ടാവുക. അതിന് ചുറ്റു പൊസിഷനിൽ ബാക്കി 3 പേരുണ്ടാവും. ഈ ബാക്കി 3 പേരെ ഡിഫീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നാമയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് നാച്ച് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളിത് വിചാരിക്കുമ്പോൾ നടക്കുന്നു ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത് അത്രയ്ക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ തന്നെ ക്ലിഫത്തിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആൻറ്റി മാജിക്കിൻ്റെ സഹായം അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പാകപ്പിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വില്യമിനും യാമിയും ഉറപ്പായിട്ട് തന്നെ മരിക്കും. അല്ലെങ്കിൽ നമ്മൾ 3 ടീമായിട്ട് പോയിട്ട് ഈ 3 സമയത്തും ഒരു അറ്റ് എ ടൈമിൽ തന്നെ എല്ലാവരും ഡിഫീറ്റ് ചെയ്തേ പറ്റൂ. ഇന്നലെ തന്നെ പുറത്ത് വലിയൊരു പ്രശ്നം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ നമ്മുടെ നാച്ച് പറയുന്നുണ്ട് പുറത്ത് അത്രയും വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 3 ബ്ലാക്ക് ഷാഡോസ് എന്തായാലും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മെറിലിയോണ ആ ഡീമനെ അടിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ആ ഡീമന് ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഡീമൻ നേരിട്ട് തന്നെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ മെറിലിയോണെ കൊണ്ടുവന്നത് നാച്ചാണ്. നാച്ച് എങ്ങനെയാണ് മെറിലിയോണെ കണ്ടത്, മെറിലിയോണ എങ്ങനെയാണ് ഈ ഒരു ബാറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ആയതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നേരെ കാണിക്കുന്നത് ആ വോൾക്കാനോയാണ്. അതായത് നമ്മുടെ ഈ ഒരു ക്രിംസൺ ലയൺസിൻ്റെ ഒക്കെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന ആ വോൾക്കാനോ. ആ വോൾക്കാനോയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെറിലിയോണ. അപ്പോഴാണ് നമ്മുടെ നാച്ച് അങ്ങോട്ട് വരുന്നത്. നാച്ച് ഫസ്റ്റ് അവളോട് പറയുന്നുണ്ട്, എടി കുറച്ച് ഡ്രസ്സൊക്കെ ഇട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നേരെ ആ സംസാരത്തിലേക്ക് കടക്കുന്നുണ്ട്. നാച്ച് പറയുന്നുണ്ട്, ഹേ മെറിലിയോണ, നിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഞങ്ങൾ നേരെ സ്പീഡ് ഖണ്ഡത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വലിയൊരു ഒപ്പോണൻറ്റിനെ ഞങ്ങൾ നേരിടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നുണ്ട്. നിനക്ക് ഞാൻ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ഒരു ഒപ്പോണൻറ്റിനെ ഞാൻ കണ്ടുപിടിച്ച് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ മെറിലിയോണ പറയുന്നുണ്ട് ഉറപ്പായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലെജൻഡറി ഒപ്പോണൻ്റാണ് ഈ വലിയ ഡെവിൾ എന്ന് പറയുന്നത്. അതിൻ്റെ മുന്നിൽ നമ്മൾ മെറിലിയോണ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ എല്ലാ എനർജി യൂസ് ചെയ്തിട്ട് അവളുടെ ഫുൾ മാന യൂസ് ചെയ്തിട്ട് അവളൊരു തീ ഗോളം പോലെ അവിടെ ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ അന്നേരം തന്നെ പറയുന്നുണ്ട്, എനിക്കും തന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഒപ്പോണൻറ്റിനെയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ എല്ലാ എനർജിയും അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അവളങ്ങനെ ആ ടീമിനെ അടിക്കാൻ പോകുന്നുണ്ട്. അവിടുത്തെ സിവിലിയൻസ് ചോദിക്കുന്നുണ്ട് ഇതെങ്കിലും നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ മെറിലിയോണ അത്രയ്ക്ക് സ്പീഡിൽ വന്നിട്ട് ആ ടീമിനെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ടീം തിരിച്ചു കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ ടീമിന് അത്രയ്ക്കും തന്നെ മാനുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെറിലിയോണയ്ക്കുണ്ട്. മെറിലിയോണ നേരെ വന്നിട്ട് അവൻ്റെ കൈയിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഒരു ഫയർ ലയൺ എന്ന അറ്റാക്ക് അവൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അറ്റാക്ക്, അതായത് മെറിലിയോണ ഒരു ഡീമൻ്റെ കയ്യിലേക്ക് കയറുന്നത് പോലും ആ ഡീമിന് കാണാൻ പറ്റുന്നില്ല. ആ ഒരു പഞ്ച്, ആ ഒരു എഫക്റ്റിൽ നമ്മുടെ ഡീമൻ തന്നെ തെറിച്ച് വീഴുന്നുണ്ട്. അത്രയ്ക്കും വലിയ പവർഫുൾ ആയിട്ടുള്ള മെറിലിയോണയുടെ ഫൈറ്റ് നമ്മുടെ ഡീമന് പോലും ആകുന്നില്ല. അങ്ങനെ ആ ഫൈറ്റ് നടന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മുടെ മെറിലിയോൺ അവളുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഡീമൻ ഒരുപാട് കൈ വെച്ചിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവളൊരു സൂര്യഗോളം പോലെ തിളച്ചിട്ട് ആ ഡീമൻ്റെ കൈയൊക്കെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അത്രയ്ക്കും പവർഫുൾ ആകുന്നുണ്ട്. ദൂരത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു സൺ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മുടെ മെറിലിയോണെ കത്തി ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ആ ഒരു പവർ എന്ന് പറഞ്ഞാൽ ഡീമന് താങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും വലിയൊരു ഹെവി ചൂടാണ് കാണിക്കുന്നത്. അങ്ങനെ നേരെ ആ കാസ്റ്റിൻ്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ മാജിക് നൈറ്റ് 3 ടീമായിട്ട് വന്നിട്ട് അവർക്ക് 3 പേർക്കും 3 ഡെവിൾസിൻ്റെ അടുത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതും കാണിച്ചാണ് ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആകുന്നത്.